നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന തികച്ചും സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ വൻതോതിൽ ചർച്ചയാകുന്നത്. നിലവിൽ വീടുകളിൽ നേരിട്ടെത്തി പെൻഷൻ പണം കൈപ്പറ്റുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഇപ്പോൾ തത്വത്തിൽ തീരുമാനമെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പഴയതുപോലെ സഹകരണ സംഘം ഏജന്റുമാർ പെൻഷൻ തുകയുമായിട്ട് വീടുകളിൽ നേരിട്ടെത്തില്ലെന്ന വാർത്ത പരന്നതോടെ ഇനി ഈ തുക ഗുണഭോക്താക്കൾക്ക് എങ്ങനെ ലഭിക്കുമെന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഇനി വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിച്ചു നൽകുക? കിടപ്പ് രോഗികളുടെ കാര്യത്തിൽ എന്താണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം? ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് വളരെ വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കാം. എല്ലാവരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യുവാനും മറക്കരുത്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സാമ്പത്തിക വിതരണ രംഗത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഈ വലിയ പരിഷ്കാരം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിലയിരുത്തലുകൾ പറയുകയാണ്. നമുക്കറിയാം, ഇന്നത്തെ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ സാമ്പത്തിക വിതരണ രംഗത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന ഈ വലിയ പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുക? അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് വിലയിരുത്താം. നിലവിൽ കേരളത്തിലെ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്കും സഹകരണ സംഘം ഏജന്റുമാർ നേരിട്ട് വീടുകളിലെത്തിച്ചാണ് ഇത്തരത്തിൽ പെൻഷൻ തുക കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൈമാറിയിരുന്നത്. എന്നാൽ ഈ പരമ്പരാഗത വിതരണ രീതിയിൽ വലിയൊരു മാറ്റം വരുത്താനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. പുതിയ തീരുമാനമനുസരിച്ച് ഭൂരിഭാഗം ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ക്രെഡിറ്റ് ചെയ്യാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഈ ഒരു പുതിയ മാറ്റം വരുന്നതോടെ ഇടനിലക്കാരുടെയൊക്കെ തന്നെ പങ്ക് പൂർണ്ണമായി കുറയുകയും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. തുക ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തുന്നതോടെ ആളുകൾക്ക് അവരുടെ സൗകര്യാനുസരണം ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ ATM കേന്ദ്രങ്ങൾ വഴിയോ പണം പിൻവലിക്കാൻ സാധിക്കും. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾക്കും ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്കും മുൻപത്തെ പോലെ തന്നെ വീടുകളിൽ നേരിട്ടെത്തിച്ച് ഇത്തരത്തിൽ പെൻഷൻ വിതരണം ചെയ്യുന്നത് തുടരുമെന്നും സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമായി ഉറപ്പു നൽകുന്നുണ്ട്. സഹകരണ സംഘങ്ങൾ വഴി വീടുകളിൽ നേരിട്ടെത്തിക്കുന്ന ആ ഒരു വിതരണ രീതി നിർത്തിവെക്കാൻ സർക്കാർ വ്യക്തമായ ചില കാരണങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. വീടുകളിൽ വിതരണം ചെയ്യാൻ കൈമാറുന്ന തുക കൃത്യസമയത്ത് വിതരണം ചെയ്യാതെ തിരികെ സർക്കാരിലേക്ക് എത്തുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുണ്ട് എന്നതാണ് ഇതിലൊന്ന്. കൂടാതെ ഗുണഭോക്താക്കളുടെ രേഖകൾ സമയബന്ധിതമായിട്ട് പുതുക്കാത്തതും കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടാത്തതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആധാർ അധിഷ്ഠിത പേയ്മെൻറ്റ് സംവിധാനം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാത്തതിനാൽ തന്നെ ചിലയിടങ്ങളിൽ ഒരേ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ തവണ പെൻഷൻ ലഭിക്കുന്ന ഇരട്ട വിതരണ പ്രശ്നങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടുകളിൽ ചെന്ന് പണം നൽകുന്നതിനായിട്ട് സഹകരണ സംഘങ്ങൾക്ക് വലിയൊരു തുക ഇൻസെൻറ്റീവായിട്ട് നൽകേണ്ടി വരുന്നതും സർക്കാരിന് വലിയ സാമ്പത്തിക ഭാരമാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ DBT മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ലഭിക്കേണ്ട കേന്ദ്ര ധനസഹായത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന വലിയ ആശങ്കയും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഈ പുതിയ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷവും മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വെറും ഒരു ഭരണപരമായിട്ടുള്ള മാറ്റമല്ലെന്നും മറിച്ച് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ പൂർണ്ണമായും ദുർബലപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണെന്നുമാണ് പ്രധാന വിമർശനം. ബാങ്കിംഗ് സംവിധാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ധാരാളം വയോധികർ നമ്മുടെ നാട്ടിലുണ്ടെന്നും പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം അവർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും ഉൾപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ കഴിയുന്നവർക്കും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികർക്കും ബാങ്കുകളിലെത്തി പണമെടുക്കുക എന്നത് ഏറെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. വീടുകളിൽ നേരിട്ടെത്തി പണം നൽകിയിരുന്ന സൗകര്യം നഷ്ടപ്പെടുന്നത് പ്രായമായവർക്ക് താങ്ങാനാകാത്ത തിരിച്ചടിയാകും. മാത്രമല്ല, കേന്ദ്ര സഹായം കുറയുമെന്ന വാദമുയർത്തിയാണ് സംസ്ഥാന സർക്കാർ ഈ മാറ്റം ന്യായീകരിക്കുന്നതെങ്കിലും കേരളത്തിലെ പെൻഷൻ തുകയുടെ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ തന്നെയാണ് സ്വന്തം നിലയിൽ വഹിക്കുന്നതെന്നും വിമർശകരൊക്കെ തന്നെ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു പുതിയ മാറ്റം നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഒക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യർ ഇനി എന്ത് ചെയ്യും? പ്രായമായവർക്ക് തനിയെ ഈ ബാങ്കുകളിൽ ചെന്ന് ക്യൂ നിന്ന് പണമെടുക്കാൻ സാധിക്കുമോ? ATM കാർഡുകളും ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപയോഗിക്കാനായിട്ട് അറിവില്ലാത്തവർക്ക് ആരാണ് ഇനി ആവശ്യമായ സഹായങ്ങളൊക്കെ നൽകുക? തുടങ്ങിയ ചോദ്യങ്ങൾ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. കൂടാതെ പണമെടുക്കാൻ ബാങ്കുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അധിക സാമ്പത്തിക ചെലവ് ആര് വഹിക്കും എന്നതും ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. നിലവിൽ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും ഈ വിഷയത്തെ ചൊല്ലി വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേസമയം കൃത്യമായ അക്കൗണ്ട് ഓഡിറ്റും കണക്കെടുപ്പും എളുപ്പമാക്കാനും ക്രമക്കേടുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് തടയാനും കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ച് സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താനും ഈ ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം. ചുരുക്കത്തിൽ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ രംഗത്ത് വലിയൊരു ഘടനാപരമായിട്ടുള്ള മാറ്റത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കിടപ്പ് രോഗികൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും ആശ്വാസമായിട്ട് ഈ പഴയ രീതി തന്നെ തുടരുമെങ്കിലും
അന്തിമമായിട്ടുള്ള സർക്കാർ ഉത്തരവുകളും അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും പുറത്തു വരുമ്പോൾ മാത്രമേ ഈ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വ്യക്തത നമുക്ക് ലഭിക്കുകയുള്ളൂ. സാമ്പത്തിക സുതാര്യത ഉറപ്പാക്കാനുള്ള സർക്കാരിൻ്റെ നീക്കവും സാധാരണക്കാരായിട്ടുള്ള വയോധികരുടെയൊക്കെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുമൊക്കെ ഒരുപോലെ പരിഗണിക്കേണ്ട പ്രധാന വിഷയങ്ങൾ കൂടിയാണ്. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും പെൻഷൻ തുക അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുന്ന പുതിയ രീതിയാണോ, അതോ ഇത്തരത്തിൽ സഹകരണ സംഘം ഏജന്റുമാരൊക്കെ തന്നെ വീടുകളിൽ എത്തിക്കുന്ന പഴയ രീതി തന്നെയാണോ തുടരേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.